ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ, ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ സിനിമ എല്ലാം അതിന് ഒരൊറ്റ ഉത്തരവുള്ളൂ: ഒരു വടക്കൻ വീരഗാഥ. അത് കഴിഞ്ഞേ എനിക്ക് ഒരു സിനിമയുള്ളൂ ലോകത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഒരു വടക്കൻ വീരഗാഥയാണ്. ഇത് ഞാൻ നൂറിലേറെ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നൂറിലേറെ തവണ സിനിമ കണ്ടിട്ടുണ്ട്. നൂറിലേറെ തവണ, ഒരു 200-300 തവണ ക്ലൈമാക്സും അതുപോലെ തന്നെ കുറേ സീനുകളും, ആദ്യത്തെ കുറേ സീനുകളും അവസാനത്തെ ക്ലൈമാക്സ്, ആ സീനുകളൊക്കെ 200 തവണ എനിക്ക് കൂടുതൽ കണ്ടിട്ടുണ്ട്. അത്രയും ഇഷ്ടപ്പെട്ട സിനിമ വേറൊരു സിനിമയും ലോകത്തിലില്ല. അത്ര ഇഷ്ടപ്പെട്ട സിനിമയാണ് MT വാസുദേവൻ നായരുടെ ഒരു വടക്കൻ വീരഗാഥ. ആ സിനിമ നാളെ റിലീസ് ചെയ്യാണ്. ഇതിനെപ്പറ്റി കുറേ നമ്മൾ വീഡിയോ ചെയ്തു. പക്ഷേ ഇതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഈ സിനിമ നിങ്ങളെല്ലാവരും, ഇന്നത്തെ ജനറേഷനിലുള്ള എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ ഒരു 80% മുകളിൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെല്ലാവരും പോയി തിയേറ്ററിൽ നിങ്ങൾ കാണുന്ന സിനിമ. കാരണം ഈ സിനിമ തോറ്റുപോയാൽ ഈ സിനിമ വീണ്ടും വീണ്ടും 4K രീതിയിലൊക്കെ വന്നിട്ട് ഈ സിനിമ തിയേറ്ററിൽ കളിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് മമ്മൂട്ടി ഫാൻസിന്, അതല്ലെങ്കിൽ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഒരു മോശമാണ്. കാരണം ഇത്ര നല്ല സിനിമ, വലിയേട്ടൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗംഭീര സിനിമയൊന്നുമല്ല. അതൊരു തട്ടുപൊളിപ്പൻ സിനിമയാണ്. മാത്രമല്ല അത് നിറയെ തവണ TV എപ്പോഴും വരുന്ന സിനിമയാണ്. റീവാച്ച് എന്നുള്ള രീതിയിലുള്ള കാണാനുള്ള അത്ര ഗംഭീര സിനിമയൊന്നുമില്ല. പക്ഷേ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും നല്ല സിനിമ. മാത്രമല്ല ഇത്ര റീവാച്ചിനുള്ള സിനിമ വേറെ സിനിമ മലയാളത്തിൽ. കാരണം ഓരോ സീനുകളും അതിഗംഭീരമാണ്. ഇതിന് മുകളിലേക്ക് വെക്കാൻ വേറെ സിനിമയിലാണ്. അത്ര ഗംഭീര സിനിമയാണ്. ഇതൊരു മഹാകാവ്യമാണ് ഈ സിനിമ. അതായത് എന്നും തങ്കലിപികളാൽ എഴുതപ്പെടുന്ന സിനിമയാണ്. നമ്മൾ ഇത്രയും ജനറേഷൻ കഴിഞ്ഞു പോയാൽ നമ്മുടെ അടുത്ത ജനറേഷൻ, അതിന് പിറ്റത്തെ ജനറേഷനൊക്കെ കഴിഞ്ഞു. ഇനി 2025, ഇപ്പോൾ 2050 2050 കഴിഞ്ഞ് 2100 ആയി. അപ്പോഴൊക്കെ മമ്മൂക്കയുടെ ഈ സിനിമ എന്നും നിലനിൽക്കുന്നൊരു സിനിമയാണ്. ഒരു ഒരു ഭാഗം പോലും ഇപ്പോൾ കണ്ടാൽ പോലും ബോറില്ലാത്തതും അതുപോലെ തന്നെ അത്യുഗ്രമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള സിനിമയാണ്. ഇത് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമേനെ കുറിച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നിഘണ്ടു പോലെ സൂക്ഷിക്കാൻ പറ്റാവുന്ന സിനിമയാണ്. ഇത് നിങ്ങൾ പലരും TV-യിലാവും വന്നിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാമെന്ന് പറഞ്ഞാൽ ഗംഭീര സംഭവമാണ്. മാത്രമല്ല മമ്മൂക്കയും സുരേഷ് ഗോപിയും ക്യാപ്റ്റൻ രാജുവും ബാലകെ നായരും മാധവിയും ഗീതയും ഇതിൽ അഭിനയിച്ചവരെല്ലാവരും, മാത്രമല്ല ഗംഭീര പാട്ടുകൾ, ബോംബെ രവിയുടെ ഈണത്തിലുള്ള ഗംഭീര പാട്ടുകൾ, അതുപോലെ തന്നെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും, രാമേന്ദ്ര ബാബുവിൻ്റെ ക്യാമറ വർക്കായാലും, സംവിധാനം ചെയ്തിട്ടുള്ള ഹരിഹരൻ്റെ ഗംഭീര സംവിധാനം മികവും, അല്ലെങ്കിൽ എല്ലാം ഏത് അളവ് പോലെ വെച്ച് നോക്കിയാൽ അത്ര സൂപ്പർ സിനിമയാണ്. മാത്രമല്ല ഇത് PB ഗംഗാധരൻ എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയുടെ സിനിമ കൂടിയാണ്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ, അതായത് മാതൃഭൂമി പത്രത്തിൻ്റെ ആ ടീമിൻ്റെയാണ് കൽപ്പക, അതല്ലെങ്കിൽ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ്. അദ്ദേഹത്തിൻ്റെ മക്കൾ 3 പേര് പെൺകുട്ടികളൊക്കെ കൂടിയിട്ടാണ് ഈ സിനിമയെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ കാണാതെ പോയാൽ അത് നമുക്ക് എല്ലാവർക്കും ഒരു നഷ്ടമാണ്. ഈ സിനിമയിലെ പോലെ ഡയലോഗുകളൊരു സിനിമ, അത്രയും എന്ത് പറയുക, സിനിമയെ കുറിച്ച് വർണ്ണിക്കാൻ വാക്കില്ല. മറ്റുള്ള പറഞ്ഞ മമ്മൂക്കയുടെ അതിന് മുമ്പ് വന്നിട്ട് സിനിമകളൊന്നും ഇത് തുലനം ചെയ്ത് നോക്കാൻ പറ്റില്ല. ആ സിനിമകൾ തിയേറ്ററിൽ വന്ന് അധികം വിജയിച്ചില്ല എന്ന് പറഞ്ഞാലും നമുക്ക് വിഷമമില്ല. പക്ഷേ ഈ സിനിമ വിജയിച്ചേ പറ്റൂ. അപ്പോൾ ഇത് എല്ലാവരും പുതിയ സിനിമയിൽ കണക്കാക്കണം. നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ കാണണം. അത്ര ഗംഭീര സിനിമയാണ്. ഞാൻ എന്തായാലും നാളെ കാണും. ഫസ്റ്റ് എനിക്ക് ആദ്യത്തെ രാവിലത്തെ ഷോ ചിലപ്പോൾ കാണാൻ സാധിക്കില്ലെങ്കിലും ഞാൻ എന്തായാലും ഈ സിനിമ ഫസ്റ്റ് ഷോ എന്തായാലും കാണുന്നുണ്ട്. കണ്ടിട്ട് ഞാൻ വീണ്ടും അഭിപ്രായം എന്ന് പറയാൻ എനിക്ക് കംപ്ലീറ്റ് കാണാപ്പോഴാണ് സിനിമ. അത്രയും നല്ല സിനിമയല്ലേ. അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ആയുധമുറ കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പറഞ്ഞവരെല്ലാവരുമില്ല. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലാന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. ചുരുക്കി ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു. ഇനി എന്തൊക്കെ പാണം മരുന്ന് കടനാട്ടിൽ പാടി നടക്കുന്നു. അതൊക്കെ സീനുകളില്ല. അതുപോലെ തന്നെ അവസാനത്തെ സീനുകൾ ഗംഭീര സിനിമയാണ് കേട്ടോ. സിനിമനെ മുട്ടാനൊരു സിനിമയില്ല. അപ്പോൾ എല്ലാവരും നാളെ പോയി തിയേറ്ററിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം. നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ, തൃശ്ശൂരിൽ നിന്ന്.